നമസ്കാരം. ബ്രിട്ടനെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ എന്ന് വിശേഷിപ്പിക്കുകയും അണുവായുധ ശേഷിയുള്ള ആദ്യ ഇസ്ലാമിക് റിപ്പബ്ലിക് ബ്രിട്ടനായി മാറും എന്ന് പ്രസ്താവിക്കുകയും ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പരാമർശം വൻ നയതന്ത്ര വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ സൈനിക റേഡിയോയ്ക്കു നൽകിയ പോഡ്കാസ്റ്റ് അഭിമുഖത്തിലായിരുന്നു നെതന്യാഹുവിന്റെ വിവാദ പരാമർശം. അതിതീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളും ഇസ്ലാമോഫോബിയോ ഗ്രൂപ്പുകളും പ്രചരിക്കുന്ന വാദങ്ങളെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു നെതന്യാഹുവിന്റെ സംസാരം. 1967 6 ദിവസത്തെ യുദ്ധകാലത്ത് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിന്റെ മകൻ റാൻഡോൾഫ് ചർച്ചിൽ ഇസ്രായേലിന് അനുകൂലമായി വാർത്തകൾ നൽകിയത് ചൂണ്ടിക്കാണിച്ചായിരുന്നു നെതന്യാഹുവിന്റെ സംഭാഷണം തുടങ്ങിയത്. എന്നാൽ ഇന്നത്തെ ബ്രിട്ടനിൽ അത്തരമൊരു പിന്തുണ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് ഇന്നത്തെ രാജ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ എന്ന് വിളിക്കാമെന്നായിരുന്നു നെതന്യാഹുവിന്റെ പരാമർശം. മുഴുവൻ യൂറോപ്പും ഇതുപോലെയാണോ എന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ നെതന്യാഹു തന്റെ നിലപാട് വീണ്ടും ആവർത്തിച്ചു വ്യക്തമാക്കി. അതെ, എന്നാൽ ആണവായുധമുള്ള ആദ്യ ഇസ്ലാമിക് റിപ്പബ്ലിക് ബ്രിട്ടനായിരിക്കുമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഇറാനിൽ മറ്റൊരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്നും ഞങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇക്കാര്യമാണ് നെതന്യാഹു പറഞ്ഞു വെച്ചത്. 1998 തന്നെ അണുപരീക്ഷണം നടത്തിയത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനാണ് എന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ചുകൊണ്ടായിരുന്നു ആരുടെ പരാമർശം? നെതന്യാഹുവിന്റെ പരാമർശം. നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. പരാമർശങ്ങൾ തികച്ചും അസ്വീകാര്യമാണ് എന്ന വിഷയം ഇസ്രായേൽ സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇസ്രായേൽ പ്രതിപക്ഷവും നെതന്യാഹുവിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തി. ഇസ്രായേലിന്റെ അടുത്ത സഖ്യകക്ഷിയായ ഒരു രാജ്യത്തെ പരസ്യമായി അപമാനിക്കുക വഴി വൻ നയതന്ത്ര പരാജയമാണ് നെതന്യാഹു വരുത്തിവെച്ചിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിലാണ് പരമ്പരാഗത സുഹൃത്തുക്കളെ പോലും നെതന്യാഹു ശത്രുക്കളാക്കുന്നതെന്ന വിമർശനവും ഉയർന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായാണ് ബ്രിട്ടനും ഇസ്രായേലും അവരുടെ ഇടയിൽ ഉള്ള ബന്ധം വഷളായിരിക്കുന്നത്. ആന്റി ബേണം പ്രധാനമന്ത്രി ആയതിനു ശേഷം പ്രത്യേകിച്ച് ഈ ബന്ധത്തിൽ വിള്ളൽ വീണിട്ടുണ്ട്. പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിന്റെ ഗാസയിലെ സൈനിക നടപടിയെക്കുറിച്ചുള്ള ലേബർ പാർട്ടിയുടെ ആദ്യ പ്രതികരണങ്ങൾക്ക് ബേണം ക്ഷമാപണം നടത്തിയിരുന്നു. ഇത് മധ്യപൂർവേഷ്യയിലെ ബ്രിട്ടന്റെ സമീപനങ്ങളിൽ വലിയൊരു വ്യതിയാനമാണ് വരുത്തിയത്. അതിനു പുറമെയാണ് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. ആവശ്യമെങ്കിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം നിരോധിച്ചും ഇസ്രായേലിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നുമാണ് കഴിഞ്ഞ മാസത്തിലും ബേണം പ്രഖ്യാപിച്ചത്. 2024 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വേളയിൽ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നതിനു സമാനമായ പ്രതികരണം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും നടത്തിയിരുന്നു. എന്തായാലും ആണവായുധം കരസ്ഥമാക്കുന്ന ആദ്യ യഥാർത്ഥ മുസ്ലിം രാഷ്ട്രമായി ബ്രിട്ടൻ മാറാൻ ഇടയുണ്ട് എന്നായിരുന്നു അന്ന് വാൻസും പറഞ്ഞത്. ഇനി കാത്തിരുന്ന് നമുക്കറിയാം ഇതിന്റെ സത്യാവസ്ഥ എന്താകുമെന്ന്.